കേറ്. ഇനി നമ്മൾ എത്തേണ്ടിടത്ത് എത്തിയ ശേഷമേ ഇവൾക്ക് ബോധം വരൂ. ഇതേതാണ്ട് ആനക്കാര്യമാണെന്നാ അങ്ങേര് പറഞ്ഞത്. കൃത്യം നടത്തിക്കഴിഞ്ഞാ പറഞ്ഞതിന്റെ ഇരട്ടി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കോള് കിട്ടി. ശരി, വണ്ടിയെടുക്ക. കൊണ്ടുവാ. ഇത്രയും ചന്തമുള്ള ഒരുത്തിയെ ഒറ്റയടിക്ക് തീർക്കണോടാ. എല്ലാം അളിയന്റെ ഇഷ്ടം. എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? വെക്കടാ വെടി. എടാ നോക്കി നിൽക്കാതെ വെടിവെക്കാൻ. കേട്ടില്ലടാ, ചുട്ടുകളേറാ അവിടെ. മുമ്പ് ഇതുപോലെ 2-3 അവന്മാർ ഇവിടെ കൊണ്ടുപോയതാ. അന്ന് വേണ്ട സമയത്ത് വേണ്ടതുപോലെ അവന്മാർ ചെയ്തില്ല. അന്ന് അവന്മാരെയൊക്കെ തല്ലി ഒതുക്കിയിട്ട് ഒരുത്തൻ അങ്ങ് അവതരിച്ചു, മാർക്കോ. ഇനി അങ്ങനെ ഒരുത്തൻ വരുന്നതിന് മുമ്പ് വെക്കടാ വെടി. ഇതൊക്കെ കൈ ഉറക്കുന്നുണ്ടോ? നോക്കി നിന്ന് സൗന്ദര്യം ആസ്വദിക്ക. മാറ്. നീ വിളിക്കടി, നിന്റെ ഭഗവാനെ വിളിക്കടി, നിന്റെ അയ്യപ്പ സ്വാമിയെ വിളിക്കണേ. ഇനി ആരെ വിളിച്ചാലും ഇത്തവണ നീ രക്ഷപ്പെടില്ല. എന്നൊന്നും ചെയ്യില്ല. എടേ, നിനക്കായി ഒരു ജീവിതം ഞാൻ തന്നില്ലേ? അതിനുശേഷം മറ്റൊരു ജീവിതവും ഞാൻ തന്നു.
കണ്ണന്റെ പെണ്ണായി നീ കമലേശ്വരത്തേക്ക് പോയതേ തറവാട് ഭരിക്കാനല്ല, എന്റെ കുഞ്ഞിന്റെ ദാസിയാവാനാ. എന്നിട്ട് എന്റെ മോളുടെ കുഞ്ഞിനെ കൊന്നു നീ. ഒന്നും ചെയ്യല്ലേ. ദാ, പറഞ്ഞ സമയം കളയാതെ ഈ പിശാചി കയറിയവളെ പരലോകത്തിലേക്ക് പറഞ്ഞു വിടറാ. വെക്കടാ. മഹി, മഹി, എന്റെ മഹിക്ക് എന്തോ സംഭവിച്ചല്ലോ. മഹി, മഹി, തോമസ് സാറേ, തോമസ് സാറേ, അത് കണ്ണന്റെ ശബ്ദമാണല്ലോ. തോമസ് സാറേ, തോമസ് സാറേ, തോമസ് സാറേ, തോമസ് സാറേ. കണ്ണ, സാർ, മഹിക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. താൻ നടന്നാണോ ഇവിടം വരെ വന്നത്? ആണെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നോ? താനിപ്പോ അറിഞ്ഞില്ലേ താൻ ഇങ്ങോട്ട് നടക്കുന്നത്? സാർ, ഞാൻ ഒരു ദുസ്വപ്നം കണ്ടു. മഹാലക്ഷ്മിക്ക് വലിയൊരു ആപത്ത് സംഭവിച്ചെന്ന്. ആ സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ് നടന്നതാ. അപ്പോ നടക്കുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. കണ്ണ, നമ്മുടെ എല്ലാം പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടു. തന്നെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണോ താൻ അങ്ങനൊരു സ്വപ്നം കണ്ടത്? അല്ലാതെ തന്റെ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചു കാണില്ല. പക്ഷെ അതിഭീകരമായൊരു സ്വപ്നം സാറേ ഞാൻ കണ്ടത്. അങ്ങനൊരു സ്വപ്നം കാണേണ്ടി വന്നു താൻ നടക്കാൻ. ഇതിനു മുമ്പ് തന്റെ കാലുകൾ ചലിച്ചത് എങ്ങനെയാണെന്ന് തനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഇവിടെയും ദൈവങ്ങൾ അത്ഭുതം കാണിച്ചിടോ, മഹാത്ഭുതം കാണിച്ചു. താനും നടന്നേ. സാറേ, എന്റെ മഹി. എടോ, മഹിയൊക്കെ മുറിയിലുണ്ടോ? താൻ നടക്ക്. ആ ആ
ചെറിയൊരു മുടന്തുണ്ട്, സാരമില്ല. നടക്കാൻ പറ്റിയല്ലോ. ഇടത് കാലിന് നല്ല സ്വാധീനമുണ്ട്. എന്നാൽ ആദ്യം ചലിച്ചു തുടങ്ങിയ വലത് കാലിനാണ് ഒരു ചെറിയ പ്രശ്നം. അത് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എന്തായാലും താൻ നടന്നല്ലോ കണ്ണ. സർ, എനിക്ക് മഹി പെട്ടെന്നൊന്ന് കാണണം. കാണാലോ, താൻ നടക്ക്. പിടിക്കണ കണ്ണ. വേണ്ട. ഈ ആത്മവിശ്വാസമാണ് തനിക്ക് വേണ്ടിയിരുന്നത്. തന്റെ ഭാര്യയ്ക്ക് ഒന്നും സംഭവിച്ചു കാണില്ലടോ. ആ കുട്ടി ഇപ്പോ ഈ കാഴ്ച കണ്ട് സന്തോഷിക്കും. അതുകൊണ്ട് താൻ തന്നെ മുട്ടി വിളിക്കേ. നടന്നു വരുന്ന ഭർത്താവിനെ തന്റെ മഹാലക്ഷ്മി കാണട്ടെ. വാതിൽ തുറന്നു നടക്കാണല്ലോ. മഹി, മഹി, മഹി. ഇതിനകത്തൊന്നും ഇല്ല സർ. പിന്നെ എവിടെ പോയി? ഇനി തന്നെ തിരക്കി താൻ കിടക്കുന്നിടത്തേക്ക് വന്നോ. താ വാടോ. ഇവിടെ ഇല്ലല്ലോ. മഹി എവിടെ പോയി സർ? കൊണ്ടുവാ. ഇവിടെ കിടത്ത്. ജീവനോടെ കത്തിക്കണമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മുഖത്ത് കുറച്ച് വെള്ളം തെളിക്കേ. സ്വപ്നമല്ല മോളെ, നീ ഞങ്ങൾക്കിടെ തന്നെ. എന്താ നിങ്ങക്ക് വേണ്ടത്? ഒരു ചെറിയ കാര്യമാ മോളെ. നിന്റെ ജീവൻ എടുത്തിട്ട് ഞങ്ങളങ്ങ് വിട്ടേക്കാം. നമ്മളെ കണ്ടപ്പോ തന്നെ ഇവള് പേടിച്ചു പോയാളിയാ. അതുകൊണ്ട് നിനക്ക് ഇവളോട് സഹതാവായോ? എടാ, ജയിലിനകത്തൊരു നിയമമുണ്ട്. തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ആഗ്രഹം ചോദിക്കും. ഇവളോട് അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാ ഇവള് പറയും ഇവക്ക് ഇവളുടെ കെട്ടിയോന്റെ അടുത്തേക്ക് പോണോന്ന്. വീൽ ചെയറിലിരിക്കുന്ന ഒരുത്തനോടൊപ്പം ഈ ജന്മം നീ ജീവിച്ചിരുന്നിട്ട് എന്താടീ പ്രയോജനം? അതുകൊണ്ട് നീ മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്ക്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും യോഗ്യനായിട്ടുള്ള ഒരുത്തനെ കിട്ടണേന്ന്, നിനക്ക് ദാമ്പത്യം കിട്ടണേന്ന്.
ആ സാർ, ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ലോപ്പസിനെ മറ്റൊരു വഴിയിൽ വിട്ടിരിക്കുക. സാറ് കണ്ണൻ സാറിനോട് ടെൻഷൻ വേണ്ടെന്ന് പറഞ്ഞേക്ക്. എവിടെയായാലും ഞാൻ മഹാലക്ഷ്മിയെ കൊണ്ടേ വരൂ. ശരി സാർ. നോക്കാവുന്നിടത്തൊക്കെ നോക്കിയല്ലോ സാർ. ഇത്തരം ആക്രമണങ്ങളൊക്കെ ഉണ്ടായ ശേഷം CCTV വെച്ചതാ, പക്ഷെ അതും കേടാക്കി കളഞ്ഞു. ഇതിനൊക്കെ പിന്നിൽ അവനായിരിക്കും സാർ, ആ മേഘൻ. അവനിപ്പോ ജയിലിൽ കിടക്കുവാണല്ലോ. അതുകൊണ്ട് മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവന്റെ പേരിൽ കേസ് വരില്ലല്ലോ. പക്ഷെ പുറത്തുള്ള അവന്റെ ആൾക്കാർ തന്നെയായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കരുണയുടെ അച്ഛനായിരിക്കും. ആരായാലും ശരി, മഹാലക്ഷ്മിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ണാ. പക്ഷെ ഞാൻ കണ്ട സ്വപ്നം എന്നെ ഭയപ്പെടുത്തുന്നു. ആ ഭയത്തില് ഞാൻ എഴുന്നേറ്റ് നടന്നു. എന്നാൽ സ്വപ്നത്തിൽ കണ്ടതുപോലെയാണ് സാറേ ഇപ്പൊ നടന്നത്. അയാളെ കാണാനില്ല. ജന്മമാസം എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ കണ്ണ, താൻ നടന്നു തന്നെ ഒരു നല്ല കാര്യമല്ലേ? അതുകൊണ്ട് എന്താണ് സാർ പ്രയോജനം? ഞാൻ നടക്കുന്നത് കാണാൻ വേണ്ടി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മഹിയ. അയാൾ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതുവരെ ഇനി നടക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിച്ചവനാ ഞാൻ. അവിടെ നിന്ന് സാറിന്റെ അരികിലേക്ക് കൊണ്ടുവന്നതും ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും അയാളാ. അയാളുടെ പ്രാർത്ഥനയാ. അങ്ങനെയുള്ള ആളെ ഇനി കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പ്രയോജനം ഇല്ല സാർ. അങ്ങനെ നിങ്ങളെ തമ്മിൽ ദൈവങ്ങൾ വേർപിരിക്കില്ല കണ്ണാ. അതിനൊരു ശക്തിക്കും സാധിക്കില്ല. ശിവനുള്ളിടത്ത് ശക്തി ഉണ്ടെന്ന് പറയുന്ന പോലെ കണ്ണനുള്ളിടത്ത് മഹാലക്ഷ്മിയും കാണും. നിങ്ങൾക്ക് രണ്ടാൾക്കും ആയുസ് ഒരുപാടുണ്ട് കണ്ണാ. ഇതൊക്കെ അയാള് തിരിച്ചു വന്നെങ്കിലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ സാർ. എന്റെ മനസ്സ് വല്ലാതെ കലങ്ങി മറിയ. ഇത്രയും ടെൻഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. എല്ലാം നല്ലതിനാണ് കണ്ണാ. കണ്ണൻ്റെ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയിരിക്കും. നമ്മളിപ്പോൾ മാർക്കോയോടും പോലീസിനോടൊക്കെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മി മടങ്ങി വരുമായിരിക്കും. നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ടാ. അതുകൊണ്ടാ ഞാനും ഇവിടുത്തെ ജീവനക്കാരും ഉറങ്ങിപ്പോയത്. ആ സമയത്ത് ആര് വന്നെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം മഹാലക്ഷ്മിയെ തട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നത്. സാരമില്ല കണ്ണ, നമുക്ക് പ്രാർത്ഥിക്കാം. 10-20 വർഷം മുൻപ് തന്റെ പിറന്നാളിന് സംഭവിച്ച ദുരന്തം ഇനി ആവർത്തിക്കപ്പെടില്ല. ആ സംഭവത്തോടെ തന്റെ ദോഷസമയം തീർന്നു. പ്രത്യേകിച്ച് താനിപ്പോ ഒരു അയ്യപ്പനാണ്. കാല് വയ്യാതിരുന്ന സമയത്ത് പോലും അയ്യപ്പ സ്വാമിയെ കാണണമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്ത തന്നെ ഭഗവാൻ പരീക്ഷിക്കില്ല. അപ്പോ ഇത് പരീക്ഷണമല്ല സാറേ. എടോ, നല്ലൊരു കാര്യം സംഭവിച്ചു. അതിന്റെ കൂടെ ചെറിയൊരു മനപ്രയാസം തനിക്ക് തന്നതാ. തന്നെ ഒന്ന് ടെൻഷൻ അടുപ്പിച്ചതാ.